നെക്സ്റ്റ് സെക്ഷനാണ് 18.1 കോണ്ടൂർ ഇൻ്റഗ്രൽസ്. കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ a piecewise smooth curve C is called contour or path. ഒരു piecewise smooth എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മീൻസ് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഓരോ പീസ് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണ്, ആ ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സെക്ഷൻ എടുത്താലും ഇപ്പം ഇത്രയും സെക്ഷൻ എടുത്താലും അവിടെ എന്തായിരിക്കും, ആ ഗ്രാഫിൽ ആ ഒരു ഇതിൽ ആ റേഞ്ചിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ എന്തായിരിക്കണം, ഈ ഒരു സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. അപ്പം ഇങ്ങനെ വരുന്ന കർവിനെയാണ് നമ്മൾ കോണ്ടൂർ അല്ലെങ്കിൽ പാത്ത് എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ദെൻ കോണ്ടൂർ ഇൻ്റഗ്രൽ നമ്മൾ എന്താണ്, ഓവർ ടു ദ കോണ്ടൂർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന പാത്തിൽ നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ കാണുന്നു. അപ്പം അതിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വി ഓഫ് എക്സ് വൈ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് കർവ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു y of t. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ തരിക. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യു ഓഫ് എക്സ് പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആയിരിക്കും. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ റേഞ്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ടീൻ്റെ വേരിയേഷൻ നമുക്ക് തരുന്നുണ്ട്. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് തന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് സെഡിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, യു പ്ലസ് ഐ ഇൻറ്റു വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ യുയിൽ നമ്മളിപ്പോൾ ഇൻ ടേംസ് ഓഫ് യുയിൽ എക്സ് ഉണ്ടെങ്കിൽ ആ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈ യു പറയുന്ന ഫംഗ്ഷൻ എന്താണ്, എക്സ് ആൻഡ് വൈയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അതിൽ എക്സ് ഉണ്ടെങ്കിൽ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് വൈ ഉണ്ടെങ്കിൽ അതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ യു പ്ലസ് ഐ വൈ എന്ന് പറയുന്ന എഫ് ഓഫ് സെഡിനെ കംപ്ലീറ്റ്ലി നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ടി എന്ന് വേരിയബിളിലേക്ക്, ടി പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി കൊണ്ടുവന്നിട്ട് ദെൻ നമ്മൾ ടീൻ്റെ റേഞ്ചും കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മളിവിടെ കോണ്ടൂർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ നൊട്ടേഷൻസ് ആണ് നിങ്ങൾ ബോക്സ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് എഫ് ബി എ ഡിഫൈൻഡ് ഓൺ പോയിന്റ്സ് ഓഫ് എ സ്മൂത്ത് കർവ് സി എന്ന് പറഞ്ഞ കർവിൽ എഫ് ഓഫ് എസ് ഡിഫൈൻഡ് ആയിരിക്കണം. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, കർവ് സി എന്ന് പറയുന്ന കർവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. Then its contour integral is defined, integral over c f of z dz equal to limit norm p tend to 0 sigma k is equal to 1 to n f of zk whole star into delta zk. അപ്പോൾ ഈ പറഞ്ഞ ടേംസ് ഒക്കെ നമ്മൾ സമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ടോട്ടൽ സി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് എടുക്കുകയാണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലുള്ള ഫംഗ്ഷനും എഫ് ഓഫ് സെഡും അതിൻ്റെ ഡിസ്റ്റൻസാണ് ഈ ഡെൽറ്റ സെഡ് കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഡിസ്റ്റൻസ് പ്ലസ് അടുത്ത ഫംഗ്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്, ദെൻ മൂന്നാമത്തെ കേസിൽ ഫംഗ്ഷൻ ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ്. ദെൻ ഇത് മൂന്നെണ്ണം കണ്ടിട്ട് നമ്മൾ മൂന്ന് എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. ദെൻ അതിന് ലിമിറ്റിംഗ് വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത്രയും പോകേണ്ട ആവശ്യമില്ല, പ്രോബ്ലമാറ്റിക് ആയിട്ട് പോയാൽ മതി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ. വാട്ട് ഈസ് കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഇസ് ഡിഫൈൻഡ് ഓൺ എ റീജിയൻ അല്ലെങ്കിൽ ഓൺ എ കർവ് സി where c is defined x is equal to x of t, y is equal to y of t, a less than or equal to t less than or equal to b. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവാലുവേഷൻ ഓഫ് എ കോണ്ടൂർ ഇൻ്റഗ്രൽ. അപ്പം നീ പറയുന്ന കാര്യം നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് എ കോണ്ടൂർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് നമ്മുടെ കോണ്ടൂർ ഇൻറ്റഗ്രൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് സെഡിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എവിടേക്ക് കൊണ്ടുവരുന്നു, ടി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മൾ എഫ് ഓഫ് സെഡിൽ എക്സ് ആൻഡ് വൈയിലുള്ള ഫങ്ഷൻസ് ആണ് എങ്കിൽ എക്സിന് എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് വൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഡി സെഡിന് പകരം എന്ത് കൊടുക്കുക, ഡി സെഡ് പറഞ്ഞാൽ എന്താ, സെഡിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അവർ ടു ദ ലിമിറ്റ് എന്ത് കൊടുക്കുക, എ ടു ബിയും കൊടുക്കുക. അപ്പോൾ നമുക്ക് കോണ്ടൂർ ഇൻറ്റഗ്രൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലം നോക്കുക, എക്സാമ്പിൾ 1 നോക്കുക, ഇവാലുവേറ്റിംഗ് എ കോണ്ടൂർ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് വെർ സി ഈസ് ഡിഫൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3t, y is equal to t square, y is equal to t square minus 1 less than or equal to t less than or equal to 4. അപ്പോൾ z ബാർ എഫ് ഓഫ് z പറയുന്നത് എന്താണ്, ഇവിടെ z ബാർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് z എന്ന് പറയുന്നത് എന്താ, എക്സ് പ്ലസ് ഐ വൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഇവിടെ എന്താണെന്ന് തന്നിട്ടുണ്ട്, 3t. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3t പ്ലസ് ഐ, വൈ എന്താണെന്ന് തന്നിട്ടുണ്ട്, ടി സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ z എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് 3t പ്ലസ് ഐ ഇൻറ്റു ടി സ്ക്വയർ പറഞ്ഞിട്ട് നമുക്ക് z കിട്ടും. നെക്സ്റ്റ് നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം ഡി സെഡ് കാണാം, ദെൻ z ഡാഷ് കാണാം. z ഡാഷ് എന്താണ്, 3 പ്ലസ് 2i ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് z പറയുന്നത് ഇവിടെ എന്താണ്, എഫ് ഓഫ് z എന്ന് പറയുന്നത് ഇവിടെ z ബാർ ആണ്. അപ്പോൾ എഫ് ഓഫ് z ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സെഡ് ഓഫ് ടി നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, 3t പ്ലസ് ഐ ടി സ്ക്വയർ ആണ്. അപ്പം സെഡ് ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ ബാർ 3t പ്ലസ് ഐ ടി സ്ക്വയറിൻ്റെ ബാർ, ബാർ മീൻസ് കോൺജുഗേറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും, 3t മൈനസ് ഐ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, സെഡ് ബാർ ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഓഫ് ടി നമുക്ക് കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ടേം പറയണത് എന്താണ്, എഫ് ഓഫ് സെഡ് ഓഫ് ടിയും ഈ ടേം പറയണത് ഡി സെഡും. ദെൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. എഫ് ഓഫ് സെഡ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സെഡ് ഓഫ് ടി എന്താണെന്ന് നോക്കുക, എക്സ് പ്ലസ് ഐ വൈ, എക്സും തരും നമുക്ക് വൈയും തരും. ദെൻ നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് ടി കാണാം, ദെൻ സെഡ് ഡാഷും കാണാം. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫോർമുലയിൽ തന്നിരിക്കുന്ന ആ ഇൻറ്റഗ്രൽ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി എന്തിലേക്കായി മാറി, ടി എന്ന് പറയുന്ന വേരിയബിളിലേക്കായി മാറി. അപ്പോൾ നമ്മൾ അവിടെ ഇൻറ്റഗ്രലിൻ്റെ റേഞ്ച് ആരുടെ ഇതിൽ കൊടുക്കണം, ടീൻ്റെ റേഞ്ചാണ് അവിടെ കൊടുക്കേണ്ടത്, -1 to 4. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോണ്ടൂർ ഇൻറ്റഗ്രൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്. അവിടെ എഫ് ഓഫ് സെഡ് എന്താണ്, 1/z ആണ്. അപ്പോൾ സർക്കിൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു, ഇൻ കേസ് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ റീജിയൻ സർക്കിൾ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു ടേംസുകൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു ഇത്രയും പഠിക്കുക, സർക്കിൾ മാത്രം എന്ന് തന്നിരിക്കണമെങ്കിൽ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി ചെയ്യുക, വൈ ഇസ് ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈൻ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടീൻ്റെ വേരിയേഷൻ എങ്ങനെ കൊടുക്കുക, 0 to t ലെസ് ദാൻ ഈക്വൽ ടു 2π. ഓക്കെ, അപ്പോൾ 1/z ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ z ഓഫ് ടി എന്താണ്, കോസ് ടി പ്ലസ് ഐ ഇൻറ്റു സൈൻ ടി, അതായത് എക്സിനും വൈനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, z ഡാഷ് നമ്മൾ കാണുന്നു, ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ടി കാണുന്നു. ഇനി എഫ് ഓഫ് സെഡ് എന്താ, 1/z ആണ്. 1/z എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളിത് ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. കോസ് ടി പ്ലസ് ഐ നമ്മളവിടെ ഓൾറെഡി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ അല്ല കോംപ്ലക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിമോവിസ് തിയറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമുക്ക് കോസ് ടി പ്ലസ് ഐ ഇൻറ്റു സൈൻ ടി പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, ഇ റേസ് ടു ഐ ടിനോട് ഈക്വൽ ആണ്. ദെൻ നമ്മൾ എന്ത് കാണുന്നു, സെഡ് ഡാഷ് കാണുന്നു, ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ടി നമ്മൾ കാണുന്നു. ആൻഡ് എഫ് ഓഫ് സെഡ് എന്താ, 1/z. അപ്പോൾ 1/z പറഞ്ഞാൽ എന്താ, 1/e റേസ് ടു ഐ ടി ആണ്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ എന്തായി മാറും, ഇ റേസ് ടു മൈനസ് ഐ ടി ആയിട്ട് മാറി. അപ്പോൾ 1/z കിട്ടി. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1/z നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇ റേസ് ടു ഐ ടി കിട്ടുന്നു. ഡി സെഡ് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ടി നമുക്ക് കിട്ടുന്നു. ദെൻ നമുക്ക് ഐ ഇൻറ്റു ചെയ്യണം, ഇ റേസ് ടു മൈനസ് ഐ ടി ഒരു പ്ലസ്
ഐ ടി വരും. രണ്ടും കൂടി ചെയ്യുമ്പോൾ e⁻0 വരും. e⁻0ൻ്റെ വാല്യൂ എന്താണ്? e⁻0 പറയുന്നത് 1 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അവിടെ എന്ത് മാത്രം റിമെയിൻ ചെയ്യും? ഐ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π dt എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 2π ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കോണ്ടൂർ ഇൻറ്റഗ്രൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇൻറ്റഗ്രലിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻറ്റഗ്രൽ ഓവർ സി കെ ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താ? കെ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഇതാ. പിന്നെ ദെൻ സമേഷൻ. ദെൻ സി എന്ന് പറയണം ദെൻ സി എന്ന് പറയുന്നത് C1 യൂണിയൻ C2. അത് C1ഉം C2ഉം കൂടി ചേർന്നതാണ് സി എങ്കിൽ നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇൻറ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് കൊടുക്കാം. ദെൻ ഇൻറ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് പറ്റും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ടും കോണ്ടൂർ ഇൻറ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി സെയിം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ സ്ക്വയർ ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റഗ്രൽ. അപ്പോൾ സി എന്ന് പറയുന്ന ഇൻറ്റഗ്രലിനെ C1 ആൻഡ് C2 ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. C1 നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് പറയുമ്പോൾ വൈയുടെ അവിടെ എന്ത് നമ്മൾ കൊടുക്കണം? എക്സ് കൊടുക്കുക. അപ്പോൾ z ഓഫ് എക്സ് എന്തായി വന്നു? എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ ആണ്. വൈക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ സെഡ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 1 പ്ലസ് ഐ നമുക്ക് കിട്ടി. ഇനി എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ഓഫ് എക്സ് എന്താ? വൈക്ക് നമ്മൾ എക്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ ഇൻറ്റഗ്രൽ ഓവർ C1 എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ സ്ക്വയർ ഡി സെഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈക്ക് നമ്മൾ എക്സ് കൊടുക്കുന്നു. വൈക്ക് നമ്മൾ എക്സ് കൊടുത്താൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ. ഡി സെഡ് നമുക്ക് നേരത്തെ എന്തിട്ടുണ്ട്? 1 പ്ലസ് ഐ ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫിഗറിൽ തന്ന പോലെ C1 എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ നിന്ന്. ഇതാണ് നമ്മുടെ C1 എന്ന് പറയുന്ന പോർഷൻ. അതായത് എന്താ? ഇവിടെ എന്താ പോയിന്റ്? 0 0. ഇവിടെ എന്തായിരിക്കും പോയിന്റ് വരിക? 0 0 അല്ല 1 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് പോയിൻറ്റ്സ്. 0 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 1ലേക്ക് എൻഡ് ചെയ്യുന്ന അത്രയും കർവാണ് നമ്മളുടെ എന്ത്? C1 എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് എക്സിലേക്കല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എവിടെ നിന്നാണ്? എക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു 0 0 നിന്ന് 1 1ലേക്കാണ് നമ്മുടെ കർവ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് പറയുന്നത് എന്താ? 0 to 1. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ത് കൊടുക്കുക? 0 to 1 കൊടുക്കുക. ചില കേസിൽ നമുക്ക് പിക്കാണ് തരിക. അപ്പോൾ പിക്ക് നോക്കുക. അപ്പോൾ ഇവിടെ C1 എന്ന് പറയുന്ന കർവ് 0 0 നിന്ന് 1 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മളുടെ ഫംഗ്ഷൻ പറയുന്നത്, നമ്മുടെ ഇൻറ്റഗ്രൽ പറയുന്നത് ഇൻ ടേംസ് ഓഫ് എവിടേക്ക് എത്തി? എക്സിലേക്ക് എത്തി. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഏതോട്ട് കൊടുക്കുക? 0 to 1 ആണ്. അപ്പോൾ 0 to 1ൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ 1 പ്ലസ് ഐ നമുക്ക് കോമൺ ആണ്. ഇവിടെ ഒരു 1 പ്ലസ് ഐ കിട്ടും. ഇവിടെ എക്സ് സ്ക്വയർ കോമൺ ചെയ്യുമ്പോൾ എഗെയിൻ എന്ത് കിട്ടും? 1 പ്ലസ് ഐ കിട്ടും. അപ്പോൾ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദെൻ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താ? എക്സ് ക്യൂബ് ബൈ 3 ആണ്. സോ ഓവർ ടു ദ ലിമിറ്റ് 0 to 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2/3 ഐ എന്ന് പറ്റി കിട്ടി. നെക്സ്റ്റ് ഇതാണ് C1 എന്ന് പറയുന്ന കർവ്. നെക്സ്റ്റ് C2 പറയുന്ന കർവ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. 1 ലെസ് ദാൻ ഓർ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് തന്നെ മനസ്സിലാവും. 1 പ്ലസ് ഐ നിന്ന് 1 പ്ലസ് 2i ആണ്. 1 പ്ലസ് ഐ എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 1 1. അതുപോലെ തന്നെ അടുത്തത് 1 പ്ലസ് 2i അല്ലേ? ദാറ്റ് ഈസ് 1 2. അപ്പോൾ ഇവിടുത്തെ വൈൻ്റെ വേരിയേഷൻ പറയുന്നത് എവിടെ നിന്നാണ്? 1 to 2ലേക്കാണ്. 1 നിന്ന് 2ലേക്കാണ് വേരിയേഷൻ. അപ്പോൾ അവിടെ y എന്ന് പറയുന്ന വേരിയേഷൻ എന്ത് കൊടുക്കുക? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ സ്ക്വയറിൽ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 പ്ലസ് ഐ വൈ സ്ക്വയറിന് കിട്ടി. നേരത്തെ പോലെ നമ്മൾ z എന്താ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്? എക്സ് പ്ലസ് ഐ വൈ ആണ്. അതായത്
നമ്മൾ സെഡ് എന്താണെന്ന് പറഞ്ഞു, നമ്മൾക്ക് എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് 1, അപ്പോൾ 1 പ്ലസ് ഐ വൈ വരും. ദെൻ സെഡ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സെഡ് ഡാഷ് എന്താ കിട്ടുക? 1 കിട്ടൂലേ? 1 അല്ല, ഐ മീൻ ഇത് 0 ആയിട്ടും പോകും. ഇവിടെ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യുമ്പോൾ ഐ കിട്ടും. അപ്പോൾ സെഡ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഐ. അപ്പോൾ നമ്മൾ അത്രയും ടേംസെല്ലാം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇൻറ്റഗ്രേഷൻ കിട്ടുന്നു. അപ്പോൾ നമുക്ക് -7/3 പ്ലസ് ഐ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ സി ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 കാണാം. ഇൻറ്റഗ്രൽ ഓവർ C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ C കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടും ഇവിടെ നമ്മൾ ഈ സെക്ഷനിൽ കർവ് എങ്ങനെയാണെന്ന് നോക്കുക. കർവിനനുസരിച്ചിട്ടാണ് നമ്മൾ റേഞ്ചിങ് വാല്യൂ എടുക്കേണ്ടത്. എങ്ങനെയാണ് കർവിൻ്റെ ഇതനുസരിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ബൗണ്ടിങ് തീറം. സ്റ്റേറ്റ്മെൻറ്റ് നെയിംഡ് തീറംസിൻ്റെ എല്ലാതും ചിലപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ സ്മൂത്ത് കർവ് സി ആൻഡ് ഇഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ സെഡ് ഓൺ സി, ദെൻ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എം വെർ എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ സി. ഇതിൻ്റെ വേറെ പേരാണ് എം എൽ ഇൻഇക്വാലിറ്റി എന്ന് മറ്റൊരു പേരും കൂടി ഉണ്ട് ഇതിന്. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ബൗണ്ടഡ് ആണ്. അതിൻ്റെ മീനിങ് ബൗണ്ടഡ് എന്നാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസും ബൗണ്ടഡും ആണെങ്കിൽ മോഡുലസ് ഓഫ് ദ ഇൻറ്റഗ്രൽ വാല്യൂ പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എം എൽ എന്ന് പറയുന്ന വാല്യൂവിനോട് ലെസ് ആയിരിക്കും. എം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബൗണ്ടിങ് വാല്യൂ ആണ്. അതുപോലെ എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം, എം എൽ ഇൻഇക്വാലിറ്റി കേട്ടോ, അതിൻ്റെ പേര് ബൗണ്ടഡ്. അടുത്ത പ്രോബ്ലം ആണ് എ ബൗണ്ട് ഓഫ് ഫോർ എ കോണ്ടൂർ ഇൻറ്റഗ്രൽ, ദാറ്റ് ഈസ് എം എൽ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ ആബ്സലൂട്ട് വാല്യൂ ഇൻറ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സി ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് 1. ഓക്കെ, ഈസ് ദ സർക്കിൾ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എം എൽ ഇൻഇക്വാലിറ്റി ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എം എൽ ഇൻഇക്വാലിറ്റി വരുമ്പോൾ എം എന്ന് പറയുന്ന ബൗണ്ടിങ് വാല്യൂം കണ്ടുപിടിക്കണം, എൽ എന്ന് പറയുന്ന ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് ദ സർക്കിൾ എന്താണ്? 2πr, ദാറ്റ് ഈസ് റേഡിയസ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 4. അപ്പോൾ 2 × π × 4 ദാറ്റ് ഈസ് 8π. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 8π കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന എം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താ? ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് 1 ആണ്. സോ അത് അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് മോഡുലസ് സെഡ് പ്ലസ് 1 കാണാം. മോഡുലസ് സെഡ് പ്ലസ് 1 എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി നേരത്തെ ഫസ്റ്റ് കോംപ്ലക്സിൻ്റെ ഇക്വാലിറ്റീസ് പഠിക്കുന്നുണ്ട്. സോ മോഡുലസ് സെഡ് പ്ലസ് 1 പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ? മോഡ് സെഡ് -1 ദാറ്റ് ഈസ് മോഡ് സെഡ് എന്താ? 4. അപ്പോൾ 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ എന്താ? 3. അപ്പോൾ മോഡ് സെഡ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ റെസിപ്രോക്കൽ ചെയ്യുക, ദാറ്റ് ഈസ് 1/mod സെഡ് പ്ലസ് 1 1/3 കിട്ടും. ഇനി നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇക്വാലിറ്റി എന്തായി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. അപ്പോൾ 1/mod സെഡ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്? 1/3. അത് നമ്മൾ അവിടെ മോഡുലസ് ഓഫ് ഇ റേസ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് 1, മോഡുലസ് നമ്മൾ ന്യൂമറേറ്ററിലും കൊടുക്കുക ഡിനോമിനേറ്ററിലും കൊടുക്കുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ 3 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ 3 ആണ്. ഇനി ഇ റേസ് ടു സെഡ് മോഡുലസ് സെഡ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 4 ആണ്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു 4/3നെക്കാട്ടിലും എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. ദെൻ നമ്മൾ നേരത്തെ തിയറം പ്രകാരം ബൗണ്ട് വാല്യൂ തിയറം പ്രകാരം എന്താണ്? മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? എം എൽ ആണ്. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് ഇ റേസ് ടു 4/3ഉം എൽ എന്ന് പറയുന്നത് 8π ആണ്. സോ അവിടെ 2 m × l ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എം എൽ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. നെറ്റ് ഫ്ലക്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചാൽ മതി. അതായത് മെയിനായിട്ടും റിയൽ പാർട്ട് നമ്മളിപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബാർ ഡി നമ്മൾ കാണുന്നു. അതിൽ വരുന്ന റിയൽ പാർട്ടിന് നമ്മൾ സർക്കുലേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇമാജിനറി പാർട്ടിന് നമ്മൾ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ
എഫ് ഓ സെഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ 5 നോക്കുകയാണെങ്കിൽ എഫ് ഓ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് 1+i×z തന്നിട്ടുണ്ട്. ആൻഡ് സി എന്ന് പറയുന്ന കർവ് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓ സെഡ് ബാർ കാണാം. അപ്പോൾ എഫ് ഓ സെഡ് ബാർ പറയുന്നത് നമുക്ക് എന്ത് വരും? 1 - i×z ബാർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ആ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സെഡ് എന്ന് പറയുന്ന വാല്യൂ e⁻it ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x+iy ഫോമിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം അതാണ്. അതിൽ നിന്നാണ് ഈ സെഡ് എന്ന് പറയുന്നത് e⁻it എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓ സെഡ് ബാർ ഡി സെഡ് നമ്മൾ കാണുന്നു. അതിൽ എഫ് ഓ സെഡ് ബാർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 1 - i×z ബാറിന് പകരം എന്ത് കൊടുക്കുക? e⁻it കൊടുക്കുന്നു. ദെൻ ഡി സെഡ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? സെഡ് ഇസ് ഈക്വൽ ടു e⁻it ആണെങ്കിൽ ഡി സെഡ് എന്ന് പറയുന്നത് എന്ത് വരും? i×e⁻it. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അറേഞ്ച് ചെയ്യുന്നു കോമൺ ടേംസ് ഒക്കെ. -i×e⁻it പറയുന്നത് എന്താ? e⁻0 വരും, ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പം നമുക്ക് 1+i×0 to 2π d തീറ്റ കിട്ടും, ദാറ്റ് ഈസ് 2π × 1+i കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ 2π + 2πi. അപ്പോൾ ഇതാണ് എന്ത്? നെറ്റ് ഫ്ലക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് 2π + 2πi. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതിൽ നിന്ന് റിയൽ പാർട്സ് ഏതാണ്? 2π. അപ്പോൾ 2π പറയുന്നത് സർക്കുലേഷനും അതുപോലെ തന്നെ ഇമാജിനറി നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ഇമാജിനറി പാർട്ടിൽ ഏതാ നമ്പർ വരിക? 2π എന്നുണ്ട്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും ഇവിടെ? 2π ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ നമുക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ് ടു സി എഫ് ഓ സെഡ് ബാർ ഡി സെഡ് നമ്മൾ കാണാം. എന്നിട്ട് അതിൽ വരുന്ന റിയൽ പാർട്ട് പറയുന്നത് സർക്കുലേഷനും അതിൽ വരുന്ന ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് നെറ്റ് ഫ്ലക്സും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പിക്ക് തന്നിട്ടാണ് കർവ് കാണാൻ തരുന്നെങ്കിൽ നമ്മൾ അവിടെ എക്സ് ആണ് പറഞ്ഞെങ്കിൽ എക്സിൻ്റെ റേഞ്ചിങ് നോക്കുക, വൈ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ്റെ റേഞ്ചിങ് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കോണ്ടൂർ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഫോമുല ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓ സെഡ് ഡി സെഡ് പറയുന്നത് എങ്ങനെ കൊടുക്കുക? ഇൻ്റഗ്രൽ ഓവർ a to b എഫ് ഓ സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി അങ്ങനെ കൊടുക്കുമ്പോൾ ഡീൻ്റെ വേരിയേഷനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കർവ് കിട്ടി. ദെൻ നമ്മൾ ഓരോ കർവിനനുസരിച്ച് സി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അതിനനുസരിച്ച് അവിടെയുള്ള ചേഞ്ചസ് ഒക്കെ കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 18.1 നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് കോണ്ടൂർ ഇൻ്റഗ്രൽസ്.